അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ഔലിയ മുഹമ്മദ് ഷരീഫ് മണ്ണാർക്കാട്, പാലക്കാട് ജില്ല, അഥവാ വിശുദ്ധൻ അല്ലെങ്കിൽ ദേവദാസൻ. ഇന്നത്തെ പശ്ചിമേഷ്യൻ ഭീകര യുദ്ധത്തിൻ്റെ ഭീതിയുടെ ആ നിഴലിൽ യഥാർത്ഥത്തിൽ എന്താണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യം? ആരാണ് കുറ്റക്കാർ? ആരുടെ കൂടെയാണ് നാം നിലകൊള്ളേണ്ടത്? അത് തീർച്ചയായും സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും കൂടെയാണ്. അങ്ങനെ നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ സാഹചര്യത്തിൽ തീർച്ചയായും നിരപരാധികളായി സത്യത്തിൻ്റെയും നീതിയുടെയും ധർമ്മത്തിൻ്റെയും ഭാഗമായി നിൽക്കേണ്ടത് നാം ഇറാൻ്റെ കൂടെയാണ്. ആ ഇറാൻ്റെ കൂടെ നാം നിൽക്കുമ്പോൾ തന്നെ വലിയ രാഷ്ട്രങ്ങളായ ചൈന, റഷ്യ, മറ്റുള്ളവരുമെല്ലാം കൂടെ നിൽക്കണം. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനകളുണ്ടാവണം. അത് മുസ്ലിങ്ങളുടെ മാത്രമല്ല, യഹൂദരുടെ ഉണ്ടാവണം, ക്രിസ്ത്യാനികളുടെ ഉണ്ടാവണം, ഹൈന്ദവർ ഉണ്ടാവണം. അങ്ങനെ വിവിധങ്ങളായ എല്ലാവരും ഏകനായ ദൈവത്തോട് സത്യം ചെയ്യിക്കട്ടെ, അസത്യം പരാജയപ്പെടട്ടെ എന്ന് പറയുക. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷേ ഈ സാഹചര്യം നാം വിലയിരുത്തുമ്പോൾ ഇറാൻ ഔദ്യോഗികമായി ശാന്തമായി ജീവിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ആരെയും ഇങ്ങോട്ട് കയറി വെറുതെ ആക്രമിക്കാറില്ല. എന്നാൽ അങ്ങോട്ട് ആക്രമിക്കപ്പെട്ടാൽ അതിന് തിരിച്ചടിക്കാനുള്ള തദ്ദേശപരമായി നിർമ്മിച്ചെടുത്ത മിസൈൽ, ബോംബുകൾ, ഡ്രോണുകൾ, അങ്ങനെയുള്ള ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. എന്നാൽ സൗദി അറേബ്യ മുതൽ UAE വരെയുള്ള ചെറിയ രാജ്യങ്ങൾക്കൊന്നും ഇത്തരം ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ യാതൊരു കാര്യമായ ശേഷിയുമില്ല എന്നു തന്നെ പറയാം. മാത്രമല്ല, സൈനിക ബലത്തിൽ ഇറാഖുമായി 8 വർഷത്തെ യുദ്ധപരിചയം. ഈ കരുത്തരായ ഇറാൻ പല രാഷ്ട്രങ്ങളെയും മുമ്പും ഭരിച്ച പരിചയം അവർക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പേർഷ്യ എന്ന് പറയുന്ന ഇറാൻ്റെ പഴയ പേരിൽ നിന്ന് ഷിൽജി, മുഗ്ലർ, തുഗ്ലർ, അങ്ങനെ 800 വർഷത്തെ കാലഘട്ടം ഇന്ത്യയെ ഭരിക്കാൻ ഇറാൻ്റെ വ്യക്തികൾക്ക് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു പ്രകൃതിയുടെ സാക്ഷി. അതിൻ്റെ ഫലമായി ഇന്ത്യയിൽ ഒരുപാട് ഡെവലപ്മെൻ്റ് ഉണ്ടായി, വലിയ സൗധങ്ങളുണ്ടാക്കി. പക്ഷെ ഇവരൊന്നും ഈ ഇന്ത്യയിലുള്ള സമ്പത്ത് അങ്ങോട്ട് കൊണ്ടുപോയി കൊള്ളയടിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ ഇറാഖിനെ തകർത്തത് അവിടെയുള്ള അമേരിക്ക ആ ഇറാഖിനെ തകർത്തുകൊണ്ട് ക്രൂഡ് ഓയിൽ കട്ട് കൊണ്ടുപോയി, അഥവാ കൊള്ളയടിച്ചുകൊണ്ട് ഇന്നും വിറ്റുകൊണ്ടേയിരിക്കുന്നു. ഇനി ഏറ്റവും എണ്ണ സമ്പത്തുള്ളത് ഇറാനിലാണ്. അങ്ങനെ അന്ന് ഒപെക്കിൻ്റെ ആസ്ഥാനം അറേബ്യയിലായിരിക്കണം, അല്ലെങ്കിൽ GCC നിർദ്ദേശിക്കണമെന്ന സദ്ദാം ഹുസൈൻ്റെ ആ വാക്കിനോട് അറബ് രാജ്യങ്ങൾ വിസമ്മതിക്കുകയും ആ യഥാർത്ഥ സത്യസന്ധമായ അല്ലെങ്കിൽ 75% എണ്ണയുടെ ഉറവിടവും GCC രാജ്യങ്ങളിലാണ്. അതിന് യൂറോപ്പിനോ അമേരിക്കയല്ല. എണ്ണയുടെ ക്രൂഡ് ഓയിലിൻ്റെ വില അന്നെന്ന് നിർദ്ദേശിക്കേണ്ടതും
നിശ്ചയിക്കേണ്ടതും അത് ഞങ്ങൾക്കാണ് അവകാശമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രതിസന്ധി യുദ്ധത്തിന് കാരണം. അന്ന് ഇറാഖ് അങ്ങനെ തകർക്കപ്പെട്ടു. ഇന്ന് ഇറാൻ തകർന്നാൽ ഇതേ രീതിയിൽ ക്രൂഡ് ഓയിൽ കൊണ്ടുപോകും. ഒരു യഥാർത്ഥ മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിം ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാരണവശാലും ലോകത്തിന് നാശമുണ്ടാക്കുന്ന ഒരു സംവിധാനവും ആയുധവും നിർമ്മിക്കുകയില്ല. എന്നാൽ സ്വന്തം രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇത് ഉണ്ടാക്കൽ നിർബന്ധമാകുമ്പോൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. അത്തരം കണിശമാണ് ഇസ്ലാമിക നിയമം. അതുകൊണ്ടാണ് നീ അല്ലെങ്കിൽ നിങ്ങൾ കാരണം കൂടാതെ ഒരാളെ കൊന്നാൽ അവർ അല്ലെങ്കിൽ അവൻ ലോകത്തിലുള്ള സകല മനുഷ്യരെ കൊന്നതിന് തുല്യമായ ശിക്ഷ അവർക്ക് ഉണ്ട് എന്ന് പറയാൻ കാരണം. ഇതുകൊണ്ട് തന്നെ നേർക്കുനേറാണ് മുസ്ലിം സമൂഹം നേരിടുക. അത് യുദ്ധമായാലും ബിസിനസ്സായാലും മറ്റ് ഏതു മേഖല വളഞ്ഞ് തിരിഞ്ഞ് ചൂഷണം ചെയ്തുകൊണ്ടുള്ള മേഖലകൾ മുസ്ലിം സമൂഹം ഒരു കാരണവശാലും സ്വീകരിക്കുകയില്ല. അപ്പോൾ എവിടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും സമ്പത്ത് കൊള്ളയടിച്ച പാരമ്പര്യം ഡച്ചുകാർക്കുണ്ട്, ബ്രിട്ടീഷുകാർക്കുണ്ട്, ഗ്രീക്കുകാർക്കുണ്ട്. അങ്ങനെ യൂറോപ്യൻ സാമ്രാജ്യം മുമ്പ് അത് പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ അമേരിക്ക എന്ന പോലീസ് സംവിധാനം, ലോക പോലീസ് മാത്രമാണ് ഇത്തരം ഒരു സംവിധാനം കൊണ്ട് നടക്കുന്നത്. അതിൽ ഏറ്റവും നീചനായ, ഭ്രാന്തനായ, യാതൊരു വിവേകവുമില്ലാത്ത ഒരു ഭരണാധികാരിയാണ് ട്രംപ്. അയാൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ ബുദ്ധികേന്ദ്രമായ നെതന്യാഹു ഇസ്രായേലിന്, ഇവർ രണ്ടുപേരും കൂടി മുസ്ലിം സമൂഹത്തെ ഉന്മൂലനം ചെയ്യുക എന്ന നിലക്ക് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഹമാസ് ഇസ്ലാമിനെതിരാണ്, മുസ്ലിങ്ങൾക്കെതിരാണ്. അവരെ നിങ്ങൾ കൈകാര്യം ചെയ്തോളൂ, അതിൽ തെറ്റില്ല. പക്ഷേ ആ പ്രദേശം ലിബിയ ആവട്ടെ, സിറിയ ആവട്ടെ, ഫലസ്തീനാവട്ടെ, മറ്റു രാഷ്ട്രങ്ങളെ ആക്രമിച്ച് അവിടുത്തെ സാധാരണക്കാരെ കൊല്ലാൻ എന്ത് അവകാശമാണ് യഹോവ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? ഈ യഹോവയുടെ മറ്റൊരു പേരാണ് അള്ളാഹു എന്ന് നിങ്ങൾക്കറിയുമോ? തീർച്ചയായും നിങ്ങൾ പണിഷ്മെൻ്റ് മേടിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷേ ഇന്ന് അല്ലെങ്കിൽ നാളെ. അതാണ് സർവശക്തനായ ന്യൂട്ടൻ്റെ നിയമം. ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഒരുപക്ഷേ ഈ ലോകത്തുണ്ടാവാം, അല്ലെങ്കിൽ നാളെ പരലോകത്തുണ്ടാവും. അള്ളാഹുവാണ് സാക്ഷി. ഈ റമദാൻ മാസം അഥവാ പുണ്യവ്രതം എടുക്കുന്ന സമയത്ത് ഹമാസ് നിങ്ങളുടെ സബാത്ത് ദിനത്തിൽ പ്രവർത്തിച്ചതിനേക്കാൾ ഭീകരമായിട്ടാണ് നിങ്ങൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ, ഈ വ്രതത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതേ യഹോവയുടെ പേരായ അള്ളാഹുവിൻ്റെ ആ സമൂഹത്തെ നശിപ്പിക്കുന്നത് എന്ന് അമേരിക്കൻ പ്രസിഡൻറ്റും നെതന്യാഹു എന്ന ക്രൂരനായ വ്യക്തിയും ഓർക്കുക. നിങ്ങൾ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കാരണം ഇത്തരം സമയങ്ങളിൽ കൊല്ലുന്നത് അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കുന്നത് മറ്റു മാസങ്ങളുള്ളതിനേക്കാൾ 1000 അല്ലെങ്കിൽ 10,000 അല്ലെങ്കിൽ 1,00,000 ഇരട്ടി ശിക്ഷയ്ക്ക് അർഹതയുണ്ടാവും. അത് നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതിനൊരു അന്ത്യമുണ്ടാവും. തീർച്ചയായും ഒരുപക്ഷെ മഹദി ഇമാമിലൂടെ, അല്ലെങ്കിൽ ഈസ അല്ലെങ്കിൽ മസീഹ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ നാളെ ഒരു ഇസ്ലാമിക രാജ്യം ഇവിടെ ഉണ്ടാവും.
അത് ശ്രീകൃഷ്ണൻ്റെ കാലം മുതൽ മോശയുടെ, യേശുവിൻ്റെ, മുഹമ്മദ് നബിയുടെ ശേഷം എൻ്റെ കാലഘട്ടമായാലും പിന്നീട് വരുന്ന യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടമായാലും ഈ യഹോവയുടെ മറ്റൊരു പേരാണ്, അല്ലെങ്കിൽ ജഗദീശ്വരൻ്റെ പേരാണ് അല്ലാഹ്. അവൻ നിങ്ങൾക്ക് അത് നൽകുക തന്നെ ചെയ്യും. മാത്രമല്ല, യേശു ക്രിസ്തു വന്നാൽ തീർച്ചയായും ആ വിശുദ്ധനായ ആ ദൈവദാസൻ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക, അവനോട് സഹായം ചോദിക്കുക, അവനോട് മാത്രം പ്രാർത്ഥനകൾ അർപ്പിക്കുക. അങ്ങനെയായിരിക്കും ഭരണമുണ്ടാവുക. തീർച്ചയായും ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അവസാന കാലഘട്ടത്തിൻ്റെ ആ ഒരു അന്ത്യദിനത്തിന് മുമ്പ് അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇത് മുസ്ലിം ഭരണാധികാരികളും മനസ്സിലാക്കുക, ഇതര വിശ്വാസികളായ യഹൂദികളും ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ഹൈന്ദവരും ഉൾക്കൊള്ളേണ്ടത് നിങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ്. ഇത് പറയേണ്ടത് എൻ്റെ നിർബന്ധ ബാധ്യതയാണെങ്കിൽ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ സർവശക്തനായ ജഗദീശ്വരനോട്, അല്ലെങ്കിൽ യഹോവയോട്, അല്ലെങ്കിൽ അല്ലാഹുവോട്. സത്യം ജയിക്കട്ടെ, അസത്യം പരാജയപ്പെടട്ടെ. ഇനി ഈ യുദ്ധം നീണ്ടു നിന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യാഘാതം ലോകമെമ്പാടും ബാധിക്കും. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മണലാരുണ്യത്തിൽ ജനിച്ചു. ഒരു സാധാരണഗതിയിൽ ഒരു പട്ടി പോലും ആ മണൽ കൂമ്പ കാണുമ്പോൾ തിരിച്ച് തൻ്റെ, ഒരുപക്ഷെ കേരളത്തിൽ ജീവിച്ച പട്ടിയാണെങ്കിലും അമേരിക്കയിൽ ജീവിച്ച പട്ടിയാണെങ്കിലും എന്ത് സൗകര്യമുണ്ടെങ്കിലും ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് അവിടെ ഇറങ്ങുന്ന ഏതൊരു മനുഷ്യ സമൂഹത്തിനും തോന്നിപ്പോവും. കുറച്ച് ബിൽഡിങ്ങുകളും ബാക്കി ഈ മണലാരുണ്യം മാത്രമാണ്. പക്ഷേ ഈ മണലാരുണ്യത്തിൽ പ്രവാചകനായ മുഹമ്മദ് നബി ജനിച്ചതുകൊണ്ട് ആ സമൂഹത്തിന് മാറ്റിവെച്ചതാണ് ഈ മിനറൽ സോഴ്സുകൾ. അത് ഒരുപക്ഷെ ക്രൂഡ് ഓയിലാവാം, അല്ലെങ്കിൽ സ്വർണമാവാം. മറ്റ് ധനികരായ സമ്പത്തിൻ്റെ ഉടമകളായിട്ട് ഈ അറേബ്യകളെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അല്ലാഹുവാണ്, അവനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഉദാഹരണം പറഞ്ഞു തരാം. 1970 വരെ ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു UAE. ആ UAE പ്രദേശത്ത് അല്ലൈൻ എന്ന പ്രദേശത്തവർ മരുഭൂമിയിൽ അവർ സയൻറ്റിഫിക്കലായി അവിടെ റിസർച്ച് നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പുല്ല് പോലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എണ്ണയുടെ ഒരു സമ്പത്തിൻ്റെ ഒരു തരി പോലും ഒന്നുമില്ല. പക്ഷേ അതിനുശേഷം ശാസ്ത്രലോകമോ സാങ്കേതിക വിദ്യയോ ഇല്ലാത്ത ഷെയ്ഖ് സയ്യിദ് ഭരണം വന്നു. അതിനുശേഷം അല്ലൈൻ ഇന്ന് ഏറ്റവും ഗ്രീൻ സിറ്റിയാണ്, അഥവാ മസ്ര, അല്ലെങ്കിൽ ഏറ്റവും വലിയ കൃഷിസ്ഥലമായി നിലകൊള്ളുന്നു. അതോടൊപ്പം തന്നെ അബുദാബിയിൽ വലിയ എണ്ണ സമ്പത്തിൻ്റെ ഉറവിടം കണ്ടെത്തി. എന്ന് വെച്ചാൽ സർവശക്തനായ അല്ലാഹു ഇത് മറച്ചു വെച്ചു എന്നർത്ഥം. അതുകൊണ്ട് സൗദി ഭരണാധികാരി സൽമാൻ രാജാവായാലും ബഹ്റൈനായാലും കുവൈത്തായാലും മറ്റ് ഇറാൻ, മറ്റ് ചെറിയ രാജ്യമായ UAE ആയാലും നിങ്ങൾ എണ്ണ സമ്പത്തിൽ മതിമറന്നുകൊണ്ട് നിങ്ങൾ ആറാടി അവിടെ രാജ്യഭരണം നടത്തുമ്പോൾ നിങ്ങൾക്ക് പരിമിതി ഉണ്ട് എന്നറിയാം. എങ്കിലും നിങ്ങൾ പ്രതികരിക്കുക. നിഷ്പക്ഷമായി അമേരിക്കൻ ബേസുകളെ കംപ്ലീറ്റ് തകർക്കാനുള്ള എല്ലാവിധ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ശേഷിയും ഇറാൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ്. ഇല്ല എങ്കിൽ ഇന്ന് ഇറാൻ ഇതോടുകൂടെ പശ്ചിമേഷ്യയിലെ ശാസ്ത്ര സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ ഏറ്റവും വലിയ 2 വിഭാഗം ജനങ്ങളും ജനപ്രതിനിധികളും അവരുടെ ഭരണവും അവരുടെ രാജ്യവും നഷ്ടപ്പെട്ടാൽ
പിന്നെ പശ്ചിമേഷ്യയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒന്നുമുണ്ടാവില്ല. ആ യാഥാർത്ഥ്യം അറബി സമ്പന്നതയിൽ നിൽക്കുന്ന ഭരണാധികാരികൾ മനസ്സിലാക്കുക. ഇസ്ലാമിൻ്റെ 59 അല്ലെങ്കിൽ 60 രാജ്യങ്ങൾ ഉൾക്കൊള്ളുക, അത് ലോകത്തോട് വിളിച്ചു പറയുക. അതിനനുസരിച്ച് വലിയ രാഷ്ട്രങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അമേരിക്ക എന്ന ഈ വിപത്തിനെ നിങ്ങളുടെ നാട്ടിൽ നിന്നും എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുക. നിങ്ങൾ മറ്റ് ശാന്തതയുള്ള രാജ്യങ്ങൾക്ക് ഈ നിങ്ങളുടെ മറ്റ് രീതിയിൽ ടെക്നിക്കലായും സയൻറ്റിഫിക്കലായും അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എടുക്കാനുള്ള സംവിധാനം കൊടുത്തുകൊണ്ട് അമേരിക്കൻ ബേസ്മെൻറ്റ് ഇൻഷാ അല്ലാഹ് പൂർണ്ണമായും ഒഴിവാക്കുക. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഈ ഫലസ്തീൻ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ നമ്മുടെ ഇറാൻ എംബസിക്കും മെയിൽ ചെയ്തു, എൻ്റെ ഡീറ്റെയിൽ കൊടുത്തു. ഏത് സമയത്ത് വേണമെങ്കിലും എന്നെ വിളിച്ചാൽ ഞാൻ എവിടെയാണെങ്കിലും ഇൻഷാ അല്ലാഹ് എത്തിക്കോളാം. അതുപോലെ തന്നെ സൗദി എംബസിക്ക് ഞാൻ ഇന്ന ആളാണ്, ഇന്ന പ്രത്യേകത എനിക്കുണ്ട്, നിങ്ങൾക്കും വേണമെങ്കിൽ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. മാത്രമല്ല, ഞാൻ സൗദിയിൽ പോകാൻ തയ്യാറായപ്പോൾ അവിടെയുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്പോൺസർഷിപ്പിലേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ നേരെ ഞാൻ നമ്മുടെ ഡൽഹിയിൽ വരികയും അവിടെ സൗദി എംബസിയിൽ വരികയും ചെയ്തു. അതിന് നിങ്ങൾ എന്നെ ഹാർദവമായി സ്വീകരിക്കേണ്ടതിന് പകരം അത് നിങ്ങൾ തിരസ്കരിക്കുമ്പോൾ അത് നിങ്ങൾ എന്നെയല്ല തിരസ്കരിക്കുന്നത്, സർവശക്തനായ അള്ളാഹുവിനെയാണ്. അത് ഏത് എംബസി ആവട്ടെ, ഏത് ഉദ്യോഗസ്ഥനാവട്ടെ, ഏത് മിലിറ്ററി പവറുള്ള ആളാവട്ടെ, ഏത് ഭരണാധികാരിയാവട്ടെ, നിങ്ങളെല്ലാം ദൈവത്തിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം എൻ്റെ താഴെയാണ്. ഇൻഷാ അല്ലാഹ് സത്യം ജയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എല്ലാ വിശ്വാസി സമൂഹങ്ങളും സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് അമ്പലങ്ങളിലാവട്ടെ, ക്രിസ്തീയ ചർച്ചുകളിലാവട്ടെ, അതുപോലെ തന്നെ മുസ്ലിം മസ്ജിദുകളിലാവട്ടെ, അങ്ങനെ നമ്മൾ കൂട്ടമായി ആ യഹോവയെ അല്ലെങ്കിൽ ജഗദീശ്വരനോട് അല്ലെങ്കിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അവൻ നീതിയുക്തമായ തീരുമാനവും ആരാണോ ജയിക്കേണ്ടത്, ആരാണോ പരാജയപ്പെടേണ്ടത്, ആരൊക്കെ സ്ഥാനങ്ങളിൽ നിന്ന് മാറി എവിടെയൊക്കെ ഇരിക്കണമെന്ന് അവൻ തീരുമാനിക്കട്ടെ. അള്ളാഹു സാക്ഷി.